ഹായ് ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സുനില രാകേഷ്. ഇന്നത്തെ വീഡിയോ മലയാളത്തിലാണ് കേട്ടോ. കാരണം ഇത് നമ്മൾ മലയാളികൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അത്രയ്ക്ക് എനിക്കറിയില്ല കേട്ടോ. ഇത് പാല് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നത് വേറെ, പക്ഷെ അതിൽ നിന്നൊരു സ്വീറ്റ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും നാട്ടിൽ ചെയ്തിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതുവരെയ്ക്കും ചെയ്തിട്ടില്ല. ഞാൻ ഗുജറാത്തിൽ വന്ന് രാകേഷ് ഏട്ടൻ പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടിട്ട് പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് പാലിൻ്റെ പാട ദിവസം എടുത്തിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ നല്ല സൈസ് പ്ലാസ്റ്റിക്കാണ് കേട്ടോ, അതിലിട്ടിട്ട് ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് ആ പാത്രം നിറഞ്ഞപ്പോൾ അത് ഇട്ടത് ഇങ്ങനെ നന്നായി ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൈയെടുക്കാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം ഇത് അടിയിലൊക്കെ പിടിക്കുക. അപ്പോൾ ഇങ്ങനെ ഇളക്കി 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 ലാസ്റ്റ് ആവുമ്പോൾ കുറച്ചീശെ നമ്മുടെ നെയ്യൊക്കെ ഒന്ന് ഇങ്ങനെ തെളിഞ്ഞ് വരും. കണ്ട നെയ്യ് തെളിഞ്ഞ് വന്നു, ഒരു ബ്രൗണിഷ് കളറിലൊരു സാധനം കണ്ട. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഇങ്ങനെ കോരിയെടുക്കാം കേട്ടോ. കാരണം അധികം ബ്രൗൺ ആവണേലും മുന്നേ അത്യാവശ്യമായി ഇനി കരിയും. അത് കാരണം അത് കോരിയെടുത്താൽ നമ്മുടെ നെയ്യ് റെഡി ആയിട്ടാണ്. ഞാൻ വീട്ടിലേക്ക് വേണ്ട നെയ്യൊക്കെ ഞാനിങ്ങനെ ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പാലുണ്ടെങ്കിൽ നല്ല പാട ഉണ്ടാവും. അത് കാരണേ അത് കഴിഞ്ഞത് ഈ ഉരുക്കിയത് ഇത് കോരിയെടുത്ത സാധനത്തിൽ ഞാൻ പറഞ്ഞില്ല, ഇവിടെ എനിക്ക് പ്രാവശ്യം കിട്ടിയത് ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ അതിട്ട് ഒന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഒന്ന് ഈ പഞ്ചസാര ഉരുക്കി ചേരുന്ന പോലെ ആക്കണ്ട. അപ്പോൾ ഇതിവിടെ ഒരു പാലിൻ്റെ ഒരു സ്വീറ്റ്സ് ഇവിടെ കിട്ടും, ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ അത് പാലിൻ്റെ പാടയിൽ നിന്ന് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കണ്ട. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടാ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോട്ടാ. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇട്ടോളോട്ടാ. അത് കഴിഞ്ഞത് നമ്മുടെ നെയ്യിനെ ഞാനൊന്നിങ്ങനെ ആറാനായിട്ട് വെച്ചോട്ടാ. ഇപ്പോൾ പാലിൻ്റെ പാടയിൽ നിന്ന് എനിക്ക് 2 പ്രൊഡക്റ്റ് കിട്ടി. ഒന്ന് പാലിൻ്റെ ആ സ്വീറ്റ്സ് കിട്ടി പാടയിൽ നിന്ന്. അത് കഴിഞ്ഞാൽ നമ്മുടെ നെയ്യ് കിട്ടിയത്. നെയ്യ് അത്യാവശ്യം കട്ടിയായി വന്നു കേട്ടോ. കട്ടിയായി വന്നപ്പോൾ കാണാൻ നല്ല ലുക്കും നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് എന്താ പറയുക, രാകേഷ് ചേട്ടനും മക്കൾക്കും ചപ്പാത്തിയിലൊക്കെ പരട്ടിയിട്ടാണ് കൊടുക്കാനായിട്ടാണ് നെയ്യ് യൂസ് ചെയ്യുക കേട്ടോ. ഞാനൊരു സ്റ്റീലിൻ്റെ ഡബ്ബയിലാണ് ഇട്ട് സൂക്ഷിച്ച് വയ്ക്കാറ്. അപ്പോൾ സംഭവം ഇങ്ങനത്തെ കളറായി നല്ല മണം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റും ഉണ്ട് നെയ്യിട്ട. പിള്ളേർക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പം എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ. നാട്ടിൽ നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഇതിൽ കമൻ്റായിട്ട് ഇട്ടോളാം. കണ്ടില്ലേ, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു ചില്ലിൻ്റെ ഇതിൽ ആക്കിയതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ. സീ യു അഗെയിൻ.